ഹലോ, ഇന്നത്തെ വർക്കിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു സൈറ്റ് വർക്കാണ്. ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. ഞാനും ഉണ്ണിക്കുട്ടനുണ്ട്. ഞങ്ങൾ പോകുന്ന സ്ഥലം കാരേറ്റാണ്. കാരേറ്റിനടുത്ത്. അത് ആര്യനാട് വഴിയാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് ഞാൻ നേരത്തെ പണ്ട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ ആ സ്ഥലത്ത് ഞാൻ പോയിട്ടില്ല. ഏത് സ്ഥലമെന്ന് വെച്ചാൽ നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതുവഴി രാത്രിയൊന്നും ആരും അധികം സഞ്ചരിക്കില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ റിവെഞ്ച് എടുത്തൊക്കെ ആൾക്കാരൊക്കെ ചെറിയ വീഡിയോസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഏത് സ്ഥലമാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞങ്ങൾക്കിപ്പോൾ വർക്കിന് പോകേണ്ടത് ഫരതന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലത്ത് ഞങ്ങളുടെ ഇവിടെ ഷോപ്പിൽ നിന്ന് ചെയ്ത് പിന്നെ അവിടെ കൊണ്ടുപോയി ജനൽ വാതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ 2-3 പേരുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവർ പോയി. ഞാനും ഉണ്ണിക്കുട്ടനായിട്ട് ബൈക്കിലങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ വനത്തിനുള്ളിലൂടെയൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ടെടുത്ത് നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വീഡിയോ എടുത്തത്. പിന്നെ ഇവിടെ നല്ല രസമാണ്. നമ്മുടെ അവിടുത്തെ കാലം നല്ല തണുപ്പാണ്. കാരണം വനമാണ്. വനത്തിനുള്ളിലൂടെ ഇതിപ്പോൾ പോകുന്നത് ഞങ്ങൾ പാലോട് വഴിയാണ്. പാലോട് കഴിഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഏകദേശം ഞാൻ പറഞ്ഞ സ്ഥലം ഏതാണെന്ന് വെച്ചാൽ സുമതി വളവ് എന്ന് ഞാൻ കേട്ടതേ ഉള്ളൂ. പിന്നെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്, അതുവഴി പോകുന്നത്. സംഭവങ്ങൾ കേട്ട കഥകളെല്ലാം ഇങ്ങനെ പേടിപ്പിക്കുന്നുള്ള അങ്ങനെയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിലെ യാത്ര ചെയ്യാനും ഒരു പേടിയുണ്ട്. ഇപ്പം ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ഈ സമയം ഞങ്ങളുടെ വർക്ക് കഴിഞ്ഞിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ ഈ സുമതി വളവിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വർക്ക് നേരത്തെ നിർത്തി എന്ന് പറയുമ്പോൾ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ അവിടെ തിരിക്കും. എങ്കിലേ വീട്ടിൽ വരുമ്പോൾ ഒരു 8 മണിക്കൊക്കെ വീട്ടിലെത്താൻ പറ്റും. ഏകദേശം ഒരു 1.5-2 മണിക്കൂറിൻ്റെ യാത്രയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ആ സുമതി വളവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇവിടെയാണ് സ്റ്റാർട്ടിങ്. ഇതിലെ രാത്രിയൊന്നും അധികം ആൾക്കാർ അധികം സഞ്ചരിക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല, പിന്നെ ഇവിടെ കാട്ടുപന്നിയുടെയൊക്കെ ശല്യങ്ങളുണ്ട്. അപ്പോൾ അധികം ബൈക്ക് യാത്ര ചെയ്യുന്ന ആൾക്കാർ അധികം യൂസ് ചെയ്യില്ല. പിന്നെ പകലും അധികം തിരക്കൊന്നുമില്ല. ഇതാണ് ആ സംഭവം. കറക്റ്റ് സ്പോട്ട് എനിക്കറിയില്ല. സുമതി വളവ് എന്ന് പറയുന്ന സംഭവം ആ സ്ഥലം ഇതാണ്. അപ്പോൾ ഇതുവഴിയാണ് ഞങ്ങളിത് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇവിടെ കാണാനായിട്ട് നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഇത് കേട്ട സമയത്ത് ഇവിടെ ഒരു പ്രത്യേക ഒരു ഇതാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ കണ്ടപ്പോൾ സൈഡിലെല്ലാം കുപ്പിയും മദ്യപിക്കുന്ന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടെന്ന് തോന്നുന്നു. കാരണം അത് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മനസ്സിലായി ഈ പറഞ്ഞ് ചുമ്മാ പേടിപ്പിക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഇവിടെ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പേടിക്കേണ്ട കാര്യവുമില്ല. നമ്മൾ ഈ അറിഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങൾ പോയി നേരിട്ട് കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായി. അവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നത് ആ സ്പോട്ടിലാണ്. സംഭവം എന്തായാലും കൊള്ളാം. അതൊക്കെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വരും വഴി വനത്തിനുള്ളിലൂടെയാണ് യാത്ര. മൊത്തം ഈ മരങ്ങളും നല്ല വലിയ വലിയ മരങ്ങളും നല്ല ഒരു പ്രത്യേക ഭംഗിയാണ്. വനം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ സർക്കാരും നമ്മുടെ ജനപ്രതിനിധികളെല്ലാവരും ഈ വനത്തെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നു. കാരണം വനം അങ്ങനെ മരങ്ങളൊന്നും അധികം നശിപ്പിക്കാതെ നല്ല രീതിയിലാണ് സംരക്ഷിച്ച് പോകുന്നത്. കാരണം കാണാനൊക്കെ ഒരു ഭംഗിയാണ്. സൈഡൊക്കെ വെറും നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ അവിടുത്തെ കാലം നല്ല രസമാണ്. പിന്നെ യാത്ര ഒരു പ്രത്യേക സുഖമാണ്. നല്ല റോഡാണ്. റോഡൊക്കെ നല്ല വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത റോഡായതുകൊണ്ട് സുഖമായിട്ട് യാത്ര